നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ആമ്പല്ലൂരിലുള്ള ഡോക്ടർ അരവിന്ദസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി നിർമ്മിക്കുന്ന 2500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിലാണ്. സാധാരണയായിട്ട് ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മളൊരു വർഷത്തിനുള്ളിൽ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് ഹെയർ ലൈൻ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ പലരും ഇത് ഭീതിയോടുകൂടി ഇത് സ്ട്രക്ചറൽ സംബന്ധിച്ചിട്ടുള്ള ക്രാക്കുകളാണോ, എന്തെങ്കിലും അപകടം ഇതുകൊണ്ടുണ്ടാവുമോ, ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെ കുറേ സംശയങ്ങൾ സാധാരണ ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം മെയിൻലി ഇത്തരം ക്രാക്കുകൾ കാണുന്നതിനുള്ളൊരു കാരണം, ഈ ഹെയർ ലൈൻ ക്രാക്കുകൾ വീട് പണിക്ക് ശേഷം പ്ലാസ്റ്ററിങ്ങിനകത്ത് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ഒരു മേജർ കാരണം തെർമൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ക്രാക്കുകളാണ്. നമുക്കറിയാവുന്നതുപോലെ ചൂടിനോട് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രതികരിക്കാറുണ്ട്. ഓരോ വസ്തുവും ചൂടിനോട് പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. അതുപോലെ തന്നെ ഇത് കോൺക്രീറ്റും അതുപോലെ തന്നെ ബ്രിക്ക് മേസണറി ചൂടിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. കോൺക്രീറ്റിൻ്റെ എക്സ്പാൻഷൻ റേറ്റ് അല്ല, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ റേറ്റ് അല്ല ബ്രിക്ക് മേസണറിക്ക് ഉണ്ടാവുക. അപ്പോൾ രണ്ടും വ്യത്യസ്ത തോതിൽ ചുരുങ്ങുകയും വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ആ സ്ട്രെസ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇത്തരത്തിൽ സർഫേസിലേക്ക് വരികയും അത് ചെറിയ ചെറിയ ക്രാക്കുകളായി രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും പ്ലാസ്റ്ററിങ്ങിന് ശേഷം പല സൈറ്റുകളിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രത്യേകിച്ചും ഈ ലിൻഡില് അതുപോലെ ഉള്ള കോൺക്രീറ്റും ബ്രിക്ക് മേസണറിയും ജോയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഈ സൈറ്റിൽ അങ്ങനെ വരുന്നില്ല. ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കാലങ്ങൾ 2-3 കൊല്ലം കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ സൈറ്റ് വരാൻ സാധ്യതയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ സൈറ്റുകളിലും അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ്, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുൻപായി ഇത്തരം ജോയിൻസുകളിൽ, അതായത് എവിടെയാണോ ഈ ബ്രിക്ക് മേസണറി കോൺക്രീറ്റും നമ്മൾ ജോയിൻസ് വരുന്നത്, അത്തരം ഈ ജോയിൻസിൽ തെർമൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മെഷ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക. ഇത്തരം ജോയിൻസുകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഗ്ലൂവിലും നിർബന്ധമായും നമ്മൾ അതിന് മുകളിൽ മെഷ് വയ്ക്കുമ്പോൾ നടക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ചൂടിൻ്റെ ഭാഗമായി ഈ കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യുകയും ബ്രിക്ക് മേസണറി അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ സ്ട്രെസ് മൊത്തം നമ്മുടെ മെഷ് വലിച്ചെടുക്കുകയും, മെഷ് ഒരു ഇലാസ്റ്റികതയുള്ള മെറ്റീരിയലാണ്, മെഷ് വലിച്ചെടുക്കുകയും പ്ലാസ്റ്ററിങ്ങിൻ്റെ സർഫേസിലേക്ക് ഈ സ്ട്രെസ് വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം ക്രാക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നിർബന്ധമായും നമ്മൾ പണിയുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള മെഷ് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായി വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.